മൈക്രോ എക്കണോമിക്സിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് പഠിച്ചു അല്ലേ. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വേജ് റേറ്റ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അതിലെ ഫസ്റ്റ് വൺ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. The most important determinant of price elasticity of demand for an input is the availability of close substitutes. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അവൈലബിലിറ്റി അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ് ആയിട്ട് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അവൈലബിലിറ്റി. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ഫോർ എ കമോഡിറ്റി ഗ്രേറ്റർ ഈസ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൂടുതലായിട്ട് അവൈലബിൾ ആണെങ്കിൽ അവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് എന്നോട് സ്പെസിഫൈ ചെയ്യണം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ടും ഗ്രേറ്റർ ആയിരിക്കും. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ടും കൂടുതലായിരിക്കുന്നു. ദി പ്രൈസസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. A fall in prices of an input would lead firms to buy more of the input. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കോൺസ്റ്റൻ്റായി നിലനിൽക്കുന്ന സിറ്റുവേഷനിൽ പ്രൈസ് ഓഫ് ആൻ ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ഫേംസ് ആ ഇൻപുട്ട് പർച്ചേസ് ചെയ്യും. ഇൻപുട്ട് പ്രൈസ് കുറയുമ്പോൾ ആ ഇൻപുട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അടുത്ത സിറ്റുവേഷൻ പറയുന്നത് റൈസ് ഇൻ ദ പ്രൈസസ് will lead the firms to less of its input. ഇൻപുട്ട് പ്രൈസസ് കൂടുന്ന സമയത്ത് ഇൻപുട്ട് കുറച്ചേ പർച്ചേസ് ചെയ്യുള്ളൂ. The demand for an input may be inelastic if there are few available substitutes. അവൈലബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വളരെ കുറവാണെങ്കിൽ ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത്, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ദെൻ സെക്കൻഡ് വൺ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഔട്ട്പുട്ട്. Elasticity of demand for output. The demand for an input is derived from the demand for output. ഔട്ട്പുട്ടിൻ്റെ ഡിമാൻഡിൽ നിന്നായിരിക്കും ഇൻപുട്ടിൻ്റെ ഡിമാൻഡ് ഡിറൈവ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഔട്ട്പുട്ടിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും ഇൻപുട്ടിൻ്റെ ഡിമാൻഡ്. The demand for an input is derived from the demand for output produced with the input. The price elasticity of demand for the input is greater if larger is the price elasticity of demand for output. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇൻപുട്ട് ഗ്രേറ്റർ ആണെങ്കിൽ അവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഔട്ട്പുട്ടും ഗ്രേറ്റർ ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് എ റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻപുട്ട് റിസൾട്ട് ഇൻ എ റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഫൈനൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഇൻപുട്ട്. അതായത് പ്രൈസ് ഓഫ് ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പ്രൈസ് ഓഫ് ആ ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൻ്റെ പ്രൈസും കുറയും. പ്രൈസ് ഓഫ് ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ആ ഇൻപുട്ട് പർച്ചേസ് ചെയ്യും, അപ്പോൾ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയാൻ കാരണമാവുന്നുണ്ട്. അതാണ് പറഞ്ഞത്, പ്രൈസ് ഓഫ് ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൻ്റെ പ്രൈസും കുറയും. ദ മോർ ഇലാസ്റ്റിക് ഈസ് ദ ഡിമാൻഡ് ഫോർ ഫൈനൽ ഔട്ട്പുട്ട് ഗ്രേറ്റർ ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദി ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദി ഔട്ട്പുട്ട്. അതായത് ഡിമാൻഡ് ഫോർ ഫൈനൽ ഔട്ട്പുട്ട് ഗ്രേറ്റർ ഇലാസ്റ്റിക് ആണെങ്കിൽ ദ മോർ ഇലാസ്റ്റിക് ഈസ് ദ ഡിമാൻഡ് ഫോർ ഫൈനൽ ഔട്ട്പുട്ട് ദ ഗ്രേറ്റർ ഈസ് ദി ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദ ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട്. ദ മോർ ഇലാസ്റ്റിക് ഈസ് ദ ഡിമാൻഡ് ഫോർ ഫൈനൽ ഔട്ട്പുട്ട്. ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഒരു ഔട്ട്പുട്ടിൽ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ആൻ ഇൻപുട്ട് എന്താണ്, കൂടുതലായിരിക്കും. ഔട്ട്പുട്ടിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻപുട്ടിൻ്റെ ഡിമാൻഡും എന്താവും, കൂടും. തേർഡ് വൺ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഓഫ് അതർ ഇൻപുട്ട്സ്. അതർ ഇൻപുട്ട്സിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഘടകം. The price elasticity of demand for an input is greater if larger is the price elasticity of supply of other inputs. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് ഗ്രേറ്റർ ആണെങ്കിൽ
ഇൻപുട്ടിൻ്റെ ഡിമാൻഡിന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഓഫ് അതർ ഇൻപുട്ട്സും എന്തായിരിക്കും, കൂടുതലായിരിക്കുന്നത്. ഒരു ഇൻപുട്ടിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ആണെങ്കിൽ ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ സപ്ലൈ ഓഫ് അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട്, ഏതെങ്കിലും ഒരു ഇൻപുട്ടിൻ്റെ ഡിമാൻഡ് ഗ്രേറ്റർ ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ സപ്ലൈ ഓഫ് അതർ ഇൻപുട്ട്സ് ഗ്രേറ്റർ ആയിരിക്കും. ഫോർ വിച്ച് ദ ഇൻപുട്ട് അണ്ടർ കൺസിഡറേഷൻ ഈസ് എ വെരി ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ പരിഗണിച്ചിട്ടുള്ള ഇൻപുട്ടാണ് വെരി ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇൻപുട്ടായിരിക്കും. ദെൻ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്. കോസ്റ്റ് ഓഫ് ഇൻപുട്ട് ഈസ് അനദർ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട്. കോസ്റ്റ് ഓഫ് ആൻ ഇൻപുട്ട് അതാണ് അവിടെ പരിഗണിക്കുന്നത്. ഇത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഇൻപുട്ട്. The smaller the percentage of the total cost spent on input, the lower is the price elasticity of demand for an input. അതായത് ഇൻപുട്ടിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് അതിൻ്റെ പെർസെൻറ്റേജ് കുറവാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇൻപുട്ടും എന്തായിരിക്കും, കുറവായിരിക്കുന്നു. വളരെ ചെറിയ എമൗണ്ട് മാത്രമാണ് ഇൻപുട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചിലവഴിച്ചത്. അതിനർത്ഥം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് എന്തായിരിക്കും, ലോവർ ആയിരിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻപുട്ടും അതിൻ്റെ ഡിറ്റർമിനിങ് ഫാക്ടറാണ്. ദെൻ ഫിഫ്ത്ത് വൺ, ടൈം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ട് വേരീസ് വിത്ത് ദ ടൈം. ടൈമിനനുസരിച്ചിട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ വേരിയേഷൻ വരും. ദ ലോങ്ങർ ദ ടൈം പീരീഡ് അലൗഡ് ഫോർ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ദ ചേഞ്ചസ് ഇൻ ദ ഇൻപുട്ട് പ്രൈസ്, ദ മോർ ഇലാസ്റ്റിക് ഈസ് ദ ഡിമാൻഡ് ഫോർ ദ ഇൻപുട്ട്. The longer the time period allowed for the adjustment to the change in the input price. അതായത് ഇൻപുട്ട് പ്രൈസിൻ്റെ ചേഞ്ചസിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാനായിട്ട് കുറേയധികം ടൈം അലൗഡ് ആണെങ്കിൽ അവിടെ എന്താ പ്രത്യേകത, ദ മോർ ഇലാസ്റ്റിക് ഈസ് ദ ഡിമാൻഡ് ഫോർ ഇൻപുട്ട്. ഡിമാൻഡ് ഫോർ ഇൻപുട്ട് അവിടെ എന്തായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും. Elasticity of demand for an input varies with the time. The longer the time period allowed for the adjustment to the change in the input price, the more elastic is the demand for the input. നമ്മളിന്ന് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിലെ 5 പോയിൻറ്റ്സ് പഠിച്ചു. അതിലെ ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. Second one, elasticity of demand for output. Third one, elasticity of supply of other inputs. Then fourth one, cost of input. Then fifth one, time. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ആൻ ഇൻപുട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഡിറ്റർമിനൻസും.